തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിലെ ഒരു ഗ്രാമത്തിലായിരുന്നു 58 വയസ്സുള്ള ഷൺമുഖൻ എന്ന് പറയുന്ന ഒരാൾ താമസിച്ചിരുന്നത്. അയാളുടെ ആദ്യ വിവാഹത്തിൽ ആൾക്ക് 2 മക്കളായിരുന്നു ഉണ്ടായിരുന്നത്, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും. പിന്നീട് ആ ഒരു വൈഫുമായിട്ട് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അവർ ഡിവോഴ്സ് ചെയ്യുകയായിരുന്നു. അതിനുശേഷമാണ് മാര്യമ്മാൾ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ ആൾ വിവാഹം കഴിക്കുന്നത്. ഈ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്ന സമയത്ത് അവർക്ക് 45 വയസ്സായിരുന്നു പ്രായം. ആ ഒരു ബന്ധത്തിൽ ഇയാൾക്ക് 3 കുട്ടികൾ ഉണ്ടാവുകയാണ്, 2 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയും. അപ്പോൾ ടോട്ടൽ നോക്കുകയെന്നുണ്ടെന്നുണ്ടെങ്കിൽ 5 മക്കളായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. എല്ലാവരും അവരുടെ കൂടെ തന്നെയായിരുന്നു താമസിച്ചിരുന്നത്. അങ്ങനെ ഷൺമുഖൻ്റെ 5 മക്കളിൽ 4 പേരുടെയും വിവാഹം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമൊക്കെ ആയപ്പോഴത്തേനും ഈ വീട്ടിൽ അവർ 2 പേരും തനിച്ചാവുകയായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ഷൺമുഖൻ വർക്കിനായിട്ട്, അതായത് കുറച്ച് വയലും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ വെളുപ്പിന് 4 മണി ടൈമൊക്കെ ആകുമ്പോഴത്തേനും ആൾ ഇതേപോലെ തന്നെ വയലിൽ പണിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും. അതിനുശേഷം ഒരു 6 മണി 6:30 ഒക്കെ ആകുമ്പോഴാണ് ആൾ തിരിച്ചു വരിക. അതിനുശേഷം കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം വീണ്ടും അയാൾ ജോലിക്കായിട്ട് പോകും. ഇടയ്ക്ക് ചില ബിസിനസ് ആവശ്യങ്ങൾക്കും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ആൾ പുറത്ത് നാടുകളിലോട്ട് പോകുന്നതും അവിടെ സ്റ്റേ ചെയ്യുന്നതും ഒക്കെ പതിവായിരുന്നു. അപ്പോൾ അവരുടെ ഫാമിലിയുടെ സ്റ്റോറിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. ഈ മാര്യമ്മാളുടെ കാര്യം പറയാന്നുണ്ടെങ്കിൽ അവരൊരു ഹൗസ് വൈഫ് ആയിരുന്നു. പണ്ട് കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കാനുണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് വേറെ പരിപാടിയൊന്നുമില്ല. അതായത് വീട്ടിലത്തെ കുക്കിംഗ് പരിപാടി, വീട്ടിലത്തെ പണികളൊക്കെ കഴിഞ്ഞ് പിന്നീടുള്ള സമയങ്ങളിൽ അവർ വെറുതെ ഇരിക്കുകയായിരുന്നു. ഇങ്ങനെ ഇരിക്കുന്ന ഒരു ടൈമിലാണ് അവരുടെ ലൈഫിൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുന്നത്. അതായത് ഇവരുടെ വീടിൻ്റെ ഓപ്പോസിറ്റ് ഒരു സ്ഥലമുണ്ട്. ആ ഒരു സ്ഥലത്ത് പുതിയതായിട്ടൊരു കൺസ്ട്രക്ഷൻ നടക്കുകയാണ്. അവിടെ ഒരു വീട് കെട്ടി തുടങ്ങുകയായിരുന്നു. രാമമൂർത്തി എന്ന് പറയുന്ന 28 വയസ്സുള്ള ഒരു പയ്യൻ്റെ പ്ലോട്ടായിരുന്നു അത്. അപ്പോൾ അയാളായിരുന്നു അവിടെ വീടൊക്കെ കെട്ടിക്കൊണ്ടിരുന്നിരുന്നത്. അപ്പോൾ എന്തൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിലും ആൾ ജസ്റ്റ് ഈ മാര്യമ്മാളുടെ അടുത്തോട്ടാണ് പോവുക. അതായത് ഇപ്പോൾ വെള്ളം കുടിക്കണം എന്നുണ്ടെങ്കിൽ വെയിൽ കൂടുമ്പോൾ ഇവരുടെ വീടിൻ്റെ തിണ്ണയിൽ വന്നിട്ടാണ് ആൾ റെസ്റ്റ് എടുക്കാറ്. അതായത് അവർ തമ്മിൽ നല്ലൊരു സൗഹൃദം ഉടലെടുക്കുകയായിരുന്നു. എന്നാൽ മാര്യമ്മാളിന് നോക്കുമ്പോൾ രാമമൂർത്തിയുടെ അടുത്ത് ഒരു ആഗ്രഹം തോന്നുകയാണ്. ഇവർക്കിടയിൽ നല്ല ഏജ് ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഈ ഒരു രാമമൂർത്തിയോട് മാര്യമ്മാൾ വളരെ അടുത്തിടപഴകാനായിട്ട് തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ മാര്യമ്മാളുടെ ഇൻറ്റൻഷൻ എന്താണെന്നുള്ളത് രാമമൂർത്തിക്ക് മനസ്സിലാവുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും ക്ലോസ് ആവുകയാണ്. അവർക്കിടയിൽ ഒരു ഇല്ലിസിറ്റ് റിലേഷൻഷിപ്പ് ഉടലെടുക്കുകയും ചെയ്തു. ഈ ഷൺമുഖൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾ രാവിലെ ഒരു 4 മണിയൊക്കെ കഴിയുന്ന ടൈമിൽ വീട്ടിൽ നിന്ന് ജോലിക്കായിട്ട് പോകുമല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് മാര്യമ്മാൾ ഇയാളെ വിളിക്കാനായിട്ട് തുടങ്ങുകയാണ്. അങ്ങനെ ഈ പയ്യൻ ആ ഒരു സമയത്ത് വീട്ടിലോട്ട് വരാനും ഇവർ രണ്ടുപേരും എന്താ പറയുക അവരുടേതായിട്ടുള്ള ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് തുടങ്ങുകയായിരുന്നു. ഇതിൻ്റെ ഇടയിൽ ഈ ഒരു ഷൺമുഖൻ എന്തെങ്കിലും ജോലി ആവശ്യത്തിനായിട്ട് പുറത്തു പോകുന്ന ദിവസങ്ങളിൽ ഈ പയ്യൻ ആ ഒരു വീട്ടിലോട്ട് വരുന്നതും പതിവായിരുന്നു. രാമമൂർത്തിയും മാര്യമ്മാളും വളരെ സീക്രട്ടായിട്ടായിരുന്നു ഈ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. എന്നാലും അതൊരു ഗ്രാമമായിരുന്നു. സ്ഥിരമായിട്ട് രാമമൂർത്തി ആ ഒരു വീട്ടിലോട്ട് പോകുന്നത് കണ്ടപ്പോൾ ആളുകൾക്ക് സംശയം തോന്നുകയാണ്. രാവും പകലും ഇല്ലാതെ സ്ഥിരമായിട്ട് ആ ഒരു പയ്യൻ അങ്ങോട്ട് പോകുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയ ആളുകൾ ഇത് ഷൺമുഖൻ്റെ അടുത്ത് പറയുകയായിരുന്നു. അതായത് അവിടെ ചെറിയൊരു ടോക്കായി. അതിനുശേഷം ഷൺമുഖനും ഈ ഒരു വിവരം അറിയുകയാണ്. ഷൺമുഖൻ നേരെ എത്തി തൻ്റെ വൈഫിൻ്റെ അടുത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചോദിക്കുകയായിരുന്നു. അപ്പുറത്തെ വീട്ടിലെ പയ്യനും നീയും തമ്മിൽ എന്താണ് ബന്ധം, എന്തിനാണ് അവൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരുന്നത്, അത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ ഒരു ഷൺമുഖൻ ചോദിച്ചപ്പോൾ മാര്യമ്മാൾ പറഞ്ഞത് അവന് എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരുന്നതാണ്. ഇപ്പോൾ എന്തെങ്കിലും വെള്ളം വേണമെങ്കിലോ അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാനോ ഇനിയിപ്പോൾ എന്തെങ്കിലും എന്താ പറയുക മമ്മട്ടി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിലാണ് ആ ഒരു പയ്യൻ വരുന്നത്. എൻ്റെ മോനാകാനുള്ള പ്രായം മാത്രമേ ഉള്ളൂ, നിങ്ങളെന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അയാളുടെ അടുത്ത് മാര്യമ്മാൾ റൈസ് ആകുന്ന ഒരു സിറ്റുവേഷനിലോട്ടാണ് കാര്യങ്ങൾ എത്തിയത്. അങ്ങനെ ഷൺമുഖം പ്രശ്നം ഉണ്ടാക്കിയത് ഇതേപോലെ തന്നെ വേറെയും കുറച്ച് ആളുകൾ അറിഞ്ഞു. ആ ഒരു ടൈമിൽ ഇവർ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ മകൻ്റെ പ്രായം മാത്രമുള്ള ഒരു പയ്യൻ്റെ അടുത്ത് തനിക്ക് ഇങ്ങനെ ഒരു ബന്ധമുണ്ടെന്ന് തൻ്റെ ഭർത്താവ് പറഞ്ഞുണ്ടാക്കിയതാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ്. അങ്ങനെ അത് ചെറിയ രീതിയിലുള്ള ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ആയി. ഷൺമുഖൻ ഭാര്യ പറയുന്നത് വിശ്വസിച്ചു എന്നുണ്ടെങ്കിലും പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളാനായിട്ട് ആളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത്രയൊക്കെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും രാമമൂർത്തിയും മാര്യമ്മാളും അവരുടെ റിലേഷൻഷിപ്പ് ഒന്നും സ്റ്റോപ്പ് ചെയ്തില്ല. അത് കണ്ടിന്യൂ ചെയ്ത് തന്നെ പോവുകയായിരുന്നു. അതിനിടയിൽ രാമമൂർത്തിയുടെ വീടിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ആളവിടെ താമസമായി. ആ ഒരു ടൈം ആയപ്പോഴത്തേനും ആൾക്ക് കൂടുതൽ സൗകര്യമായി. അങ്ങനെ സ്ഥിരമായിട്ട് ഈ ഒരു മാര്യമ്മാളിനെ കാണാൻ വരുന്നത് ആളൊരു പതിവാക്കുകയായിരുന്നു. ഒരു ദിവസം പതിവ് പോലെ മാര്യമ്മാൾ നോക്കുമ്പോൾ ഷൺമുഖൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ ആൾ ജോലിക്ക് പോയേക്കാണെന്ന് വിചാരിച്ചുകൊണ്ട് മാര്യമ്മാൾ നേരെ രാമമൂർത്തിയെ വിളിച്ചു വരുത്തുകയായിരുന്നു. രാമമൂർത്തിയെ ആരും അറിയാതെ നേരെ ആ ഒരു വീട്ടിലോട്ട് കയറി
അവർ അവിടെ കിടക്ക പങ്കിടാനായിട്ട് തുടങ്ങുകയാണ്. എന്നാൽ അക്ഷരാർത്ഥത്തിൽ അവരറിയാത്തൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അന്നത്തെ ദിവസം ഇതേപോലെ തന്നെ എന്താ പറയുക, ഈ ഷൺമുഖൻ എന്തോ ഒരു ഇത് തോന്നിയിട്ട് അവിടെ നിന്ന് ആൾ മാറി അപ്പുറത്തെ മുറിയിലോട്ട് പോയി കിടക്കുകയായിരുന്നു. അതായത് അന്ന് ആൾ വീടിൻ്റെ പുറത്തോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. മാര്യമാൾ നോക്കുമ്പോൾ തൻ്റെ ഹസ്ബൻഡിനെ കാണാനില്ല, അപ്പോൾ ആള് ജോലിക്കായിട്ട് പുറത്തു പോയെന്നായിരുന്നു അവർ ചിന്തിച്ചത്. അങ്ങനെയാണ് അവർ രാമമൂർത്തിയെ വിളിച്ചു വരുത്തിയത്. അപ്പോൾ അവരപ്പുറത്തെ മുറിയിലുള്ള ടൈമിൽ ഇയാൾ ഇപ്പുറത്തെ റൂമിലായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഷൺമുഖന് എന്തോ ഒരു സൗണ്ട് കേൾക്കുകയാണ്. ആ ഒരു സൗണ്ട് കേട്ടിട്ടായിരുന്നു ആൾ ഉണർന്നത്. നോക്കുമ്പോൾ അപ്പുറത്തെ മുറിയിൽ നിന്നാണ് ഒരു പുരുഷൻ്റെ ശബ്ദം കൂടെ കേൾക്കുന്നുണ്ട്. അങ്ങനെ ശബ്ദമുണ്ടാക്കാതെ ആള് ആ ഒരു മുറിയുടെ അവിടെ പോയി നോക്കുമ്പോൾ കണ്ട കാഴ്ച എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, തൻ്റെ ഭാര്യയും അതുപോലെ തന്നെ അപ്പുറത്തെ വീട്ടിലെ പയ്യനും ദേഹത്തൊരു വസ്ത്രവുമില്ലാതെ കിടക്കുന്നതായിരുന്നു. ഇത് കണ്ട് ആൾക്ക് ആകപ്പാടെ ദേഷ്യം വന്നു. ആള് അവിടെ നിന്ന് നേരെ കൃഷിക്കായിട്ട് യൂസ് ചെയ്യുന്ന ഒരു അരിവാൾ വെച്ചിട്ടുണ്ടായിരുന്നു, അതെടുക്കാൻ പോവുകയായിരുന്നു. അതെടുത്ത് ആള് നേരെ ആ ഒരു മുറിയിലോട്ട് തിരിച്ചു വരികയായിരുന്നു. ഇയാളെ കണ്ട് ഇവർ രണ്ടുപേരും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തരിച്ച് പോവുകയായിരുന്നു. ഇയാൾ എവിടെ നിന്ന് വന്നു, എങ്ങനെ വന്നു, ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു എന്ന് അവർ പ്രോസസ്സ് ചെയ്യാനുള്ള ടൈം പോലും ഷൺമുഖം കൊടുത്തില്ല. ആള് ആ ഒരു അരിവാൾ വെച്ച് രണ്ടുപേരെയും മാറി മാറി വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. വളരെ പെട്ടെന്നായിട്ടുള്ള ഒരു അറ്റാക്ക് ആയിരുന്നു. രണ്ടുപേർക്കും ഒന്നും ചെയ്യാനായിട്ട് സാധിച്ചില്ല. അവർക്ക് തടയാൻ പോലും സാധിച്ചില്ല, ഓടി രക്ഷപ്പെടാൻ പോലും സാധിച്ചില്ല. രണ്ടുപേരും സ്പോട്ടിൽ തന്നെ കൊല്ലപ്പെടുകയായിരുന്നു. അതിനുശേഷം ഇയാൾ അവിടെ നിന്ന് നേരെ ആ ഒരു അരിവാൾ കൊടുത്ത് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോട്ട് പോവുകയാണ്. എന്നിട്ട് നടന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു. താൻ തൻ്റെ ഭാര്യയെയും അവളുടെ കാമുകനെയും കൊലപ്പെടുത്തിയിട്ടുണ്ട്, കുറേ നാളായി ഇത് തുടങ്ങിയിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഇൻസിഡൻറ്റ് ഞാൻ ഡയറക്റ്റായിട്ട് കണ്ടപ്പോൾ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല ദേഷ്യം. അങ്ങനെയാണ് ഞാൻ ഇത്തരത്തിലുള്ളൊരു കൃത്യം ചെയ്തതെന്നുള്ള കാര്യം അയാൾ അവിടെ സ്റ്റേഷനിൽ പോയിട്ട് സറണ്ടർ ചെയ്തിട്ട് പറയുകയായിരുന്നു. വിവരമറിഞ്ഞ പോലീസുകാർ നേരെ ഷൺമുഖൻ്റെ വീട്ടിലോട്ട് പോവുകയായിരുന്നു. അപ്പോൾ ക്രൂരമായിട്ടുള്ള നിലയിൽ കൊല്ലപ്പെട്ട് കിടക്കുന്ന മാര്യമ്മാളിനെയും രാമമൂർത്തിയെയുമാണ് അവർക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചത്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഷൺമുഖൻ ഇപ്പോൾ ജയിലിലാണ്. കേസാണെന്നുണ്ടെങ്കിൽ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും വരും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ആൻഡ് ഇറ്റ്സ് മീ റിയൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.